ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അപകടകരമായ രീതിയിൽ നടന്ന പാമ്പുപിടുത്തമാണ്. തൃശൂർ എച്ചിപ്പാറയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ അശാസ്ത്രീയമായ പാമ്പുപിടുത്തം നടന്നത്. പാമ്പ് പലതവണ കൊത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം ചിമ്മിനി ഡാമിന് സമീപം ജനവാസ മേഖലയിലിറങ്ങിയ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. അശാസ്ത്രീയമായും ഏറെ അപകടകരമായുമാണ് ഉഗ്രവിഷമുള്ള പാമ്പിനെ ഇവർ പിടികൂടിയത്. പാമ്പിനെ പിടികൂടുന്നതിൽ പരിശീലനം നേടിയിട്ടുള്ള BFO ജയനെ സഹായിക്കുന്നതിനാണ് താൽക്കാലിക വാച്ചർമാരായ അനീഷും വേലായുധനും എത്തിയത്. BFOയുടെ കയ്യിൽ നിന്നും പാമ്പ് വഴുതിയതോടെ വാച്ചർമാർ ദൗത്യം ഏറ്റെടുത്തു. പാമ്പിനെ പിടിക്കുന്ന ഹുക്കുകൊണ്ട് രാജവെമ്പാലയുടെ തലയിൽ തട്ടുന്നതും ശ്രമങ്ങൾക്കിടെ പാമ്പ് ശക്തിയായി തറയിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ചിമ്മിനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു അശാസ്ത്രീയമായ പാമ്പ് പിടുത്തം. പ്രദേശവാസികളുടെ സമ്മർദ്ദമുണ്ടായിരുന്നതിനാൽ റെസ്ക്യൂവർ വരുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നുവെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വാച്ചർമാർക്ക് പാമ്പിനെ പിടികൂടുന്നതിൽ ട്രെയിനിംഗ് ലഭിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. 24 തൃശൂർ. തൃശൂർ എച്ചിപ്പാറയിലേതുപോലെ തന്നെ കൊടും വിഷമുള്ള പാമ്പുകളെ പിടികൂടുന്നത് അങ്ങേയറ്റം അപകടകരമാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ട്. സുരക്ഷിതമായി വേണം പാമ്പുകളെ പിടിക്കാൻ. ഇതിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ പാമ്പുകളെ പിടികൂടുന്നതിൽ വൈദഗ്ധ്യം നേടാനാകൂ എന്ന് വനം വകുപ്പ് RT അംഗം ശരത് M പറയുന്നു. ശാസ്ത്രീയമായി പാമ്പുപിടുത്തം നമുക്ക് 2020 നമുക്ക് ലൈസൻസ് നമുക്ക് എല്ലാ റെസ്ക്യൂറും തന്നിട്ടുണ്ട്. ശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കാൻ സുരക്ഷിത മാർഗ്ഗങ്ങൾ പാലിച്ച് മാത്രമേ പാമ്പുകളെ കൈകാര്യം ചെയ്യാവൂ എന്നൊരു മാർഗ്ഗദർശനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ എല്ലാ റെസ്ക്യൂർമാരും പാമ്പിനെ പിടിക്കുന്നത്. അപ്പം നിലവിലിപ്പോൾ ആ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. അതിലിപ്പം ലൈസൻസുള്ള റെസ്ക്യൂർ എല്ലായിരിക്കും പാമ്പിനെ പിടിച്ചിട്ടുള്ളത്. തികച്ചും ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ പാമ്പ് പിടിക്കാതിരിക്കുന്നതായിരിക്കും ശരിയായിട്ടുള്ള കാര്യം. ലൈസൻസുള്ള റെസ്ക്യൂർമാരെ കോൺടാക്ട് ചെയ്യുക. മഴക്കാലമാണ്, മഴക്കാലം ആയതുകൊണ്ട് പാമ്പുകൾ വീടിൻ്റെ പരിസരങ്ങളിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ വെള്ളങ്ങളിൽ പാമ്പിൻ്റെ കുട്ടികൾ ഒലിച്ച് വീടിൻ്റെ അകത്ത് കയറാൻ ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ സർപ്പേര റെസ്ക്യൂർ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്ത് റെസ്ക്യൂർമാരെ കോൺടാക്ട് ചെയ്ത് വിളിക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഫോറസ്റ്റിനെ വിളിക്കേണ്ടതാണ്. ട്രെയിനിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കുക എന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. സർപ്പേ എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ തന്നെ റെസ്ക്യൂർ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ആ റെസ്ക്യൂർ അപ്ലൈയിൽ നമുക്ക് അപേക്ഷ അതിൽ അപ്ലൈ ചെയ്തിടാൻ പറ്റും. അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് താല്പര്യമുള്ള എല്ലാവർക്കും പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും വനംവകുപ്പ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.